നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളെ അവരൊരു കോൾ ചെയ്യുമോ, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുമോ. ഇത് സെപ്പറേഷനിൽ നിൽക്കുന്നവരും ബ്രേക്കപ്പ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നവരും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് പോലെയൊക്കെ നിൽക്കുന്ന, അതായത് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്ന റിലേഷനെ കണക്ട് ചെയ്താണ് കേട്ടോ നമ്മൾ ഈ ഒരു റീഡിങ്സ് എടുക്കുന്നത്. അപ്പം അവരുടെ ആ ഒരു സമീപനം, അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു അകൽച്ച മാറി പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ എന്താണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരാനുണ്ടായ കാരണം, അതിൽ മറ്റാരുടെയെങ്കിലും പ്രസൻസ് ഉണ്ടോ എന്നൊക്കെ കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ കണക്റ്റഡ് ആക്കുന്നത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് റെസനേറ്റ് ആവുന്നൊരു റീഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ജനറൽ റീഡിങ്സ് ആണ്, അത് മനസ്സിലാക്കുക. പ്ലസ് നമുക്കിവിടെ പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേയ്മെൻ്റ് ഉണ്ട് പേഴ്സണൽ റീഡിങ്സിന്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ്സ് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും എടുത്തു നോക്കുക കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എല്ലാവരും. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ എനർജിയിലേക്ക് നോക്കാൻ പോകുന്നത്, അവർ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി എടുക്കാൻ പോകുന്ന ആക്ഷൻ, അവരുടെ കറൻറ്റ് ഫീലിങ്സ്, സിറ്റുവേഷൻസുകൾ, അവരൊരു കോള് വിളിക്കാൻ, നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഏപ്രിൽ മാസത്തിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. അതായത് ഒരു വലിയ രീതിയിൽ വളരെ ശക്തമാകുന്ന സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു കാര്യത്തിലും കമ്മിറ്റഡ് ആകില്ല, കമ്മിറ്റ്മെൻറ്റ് ഇല്ല, ഒന്നിനോടും കമ്മിറ്റ്മെൻറ്റ് തോന്നിക്കാത്തവരാണ്. അതായത് അവരുടെ തന്നെ പ്രിയപ്പെട്ടതായിട്ട്, ഇപ്പോൾ പേരൻസിനോട് പോലും ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി പെരുമാറാനല്ല, എല്ലാവരോടും റെസ്പെക്റ്റ് ആയിരിക്കാം, സ്നേഹമായിരിക്കാം, വളരെ മിതമായിട്ട് ആളുകളെ കാണുന്ന ഒരു ക്യാരക്ടറായിരിക്കാം. പക്ഷെ ഒരിടത്തും അവർ അഡിക്റ്റഡ് ആയിരിക്കില്ല. ആർക്കും അവരെ ആരോടും അവർക്കൊരു അഡിക്ഷൻ ഫീലിങ്സ് ഇല്ല. ആരുടെയും മുമ്പിൽ അവർ അഡിക്റ്റഡ് ആവുകയില്ല. അവർ ആ ഒരു എന്താ പറയുക, ഓളത്തിനൊത്ത് തന്നെ ആ ഒരു സിറ്റുവേഷൻസിനനുസരിച്ച് ജീവിച്ച്, അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മറിയാൻ സാധിക്കുന്ന ഒരു മാനസിക ശക്തിയുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു വിൽ പവർ ഉള്ള പേഴ്സണാലിറ്റീനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആഗ്രഹങ്ങൾ കുറഞ്ഞവരെന്ന് പറയാൻ പറ്റും. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രമാണ്, സ്വാർത്ഥതയും ആഗ്രഹവും ഒക്കെ കൂടുതൽ നിറയുന്നവരാണ് ബലഹീനരായി പോകുന്നത്. കാരണം അവർക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുക, കിട്ടുമോ എന്നുള്ള വേവലാതി, ഇതൊക്കെ ഉള്ളത്. ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ്. അവരപ്പോൾ എവിടെയാണോ അവിടെ ആ ഒരു സന്തോഷവും സുഖവും സമാധാനവും കണ്ടെത്തുന്നു. നെക്സ്റ്റ് ആക്ഷൻ അടുത്തൊരിടത്താണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഒരു മൈൻഡ് എനർജി ഉള്ള വ്യക്തികളാണ് ശരിക്കും ഇവരെ വിൽ പവർ ഉള്ളവരെന്നും പറയാം. മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് നോക്കിയാൽ ശക്തമാകുന്ന ചീറ്റിംഗ് ചെയ്യാൻ മടിയില്ലാത്തവർ, ചതിക്കാൻ മടിയില്ലാത്തവരാണ്. അവർക്കതിൽ കുറ്റബോധം തോന്നില്ല. അവർ കർമ്മയെ ഭയപ്പെടാത്തൊരു ക്യാരക്ടർ എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റുന്നവരാണ് അവർ. കാരണം അവർക്കൊരു ചീറ്റിംഗ് ചെയ്താലോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ചീറ്റിംഗ് ആണ്, ചതിയാണ്, പാവമാണെന്നൊന്നും അവർ അതിനെ ഇങ്ങനെ പുനർവിചിന്തനം ഒന്ന് നടത്തി നോക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് അളന്നു കുറിച്ച് നോക്കുന്ന ഒരു ക്യാരക്ടറൊന്നും ഉള്ള വ്യക്തികളല്ല. അവരെന്താണോ അപ്പോൾ അവരത് ചെയ്തു, അത് ശരിയാണ്, അവരുടെ പ്രവൃത്തികൾ ശരിയാണ്. അങ്ങനെ സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ളൊരു പേഴ്സണാലിറ്റിയാണ്. ഒരു കിങ് എനർജിയിൽ എപ്പോഴും അവർ പവർഫുള്ളായിട്ട് നിൽക്കുന്നവരായിരിക്കും. വളരെയധികം ഒരു എന്താ പറയുക, അട്രാക്റ്റഡ് ആയ പീപ്പിൾസാണ്. അതുകൊണ്ട് ഇവരെ ഏറ്റവും കൂടുതൽ ഇവർ സെൽഫ് ലവ് ചെയ്യുന്നവരെ നമുക്ക് ആർക്കും പെട്ടെന്ന് അട്രാക്റ്റഡ് ആകും. ആരും ചെന്ന് അവർക്ക് മുന്നിൽ കീഴ്പ്പെട്ടു പോകും, അല്ലെങ്കിൽ അവരിൽ കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വ്യക്തികളൂടി തന്നെയാണ് നിങ്ങൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ കിങ് ഓഫ് വാൺസിൻ്റെയും കിങ് ഓഫ് സോഴ്സിൻ്റെയും നൈറ്റ് ഓഫ് സോഴ്സിൻ്റെയും കിങ് ഓഫ് കപ്സിൻ്റെയൊക്കെ എനർജിയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മറ്റേ അസ്ട്രോളജി സൈൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഇതിനകത്ത് കാണുന്നത് മെയ് മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്, നവംബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്,
വളരെ ശക്തമായിട്ട് ഈ ഒരു എനർജിയോടൊപ്പം തന്നെ നിൽപ്പുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഒന്ന് നോക്കിയാൽ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസിലും നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയി പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അവർ നിങ്ങളിൽ നിന്നും വിട്ട് നിൽക്കുമ്പോഴും നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് അവർ വളരെ ശക്തമായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങളെ അവർ അറിയുന്നുണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ അവരുടെ ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ഇമോഷണലി ഒരു ടെൻഷനുമില്ല. അതായത് നിങ്ങളെക്കുറിച്ച് അവർ മൊത്തത്തിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർക്ക് പൂർണ്ണ രൂപം ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അവർക്ക് ആകെ ഉള്ള ഒരു നിരാശ, അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു ലോസ് എനർജി ഫീലിങ്സ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ സ്നേഹം റിജക്റ്റ് ചെയ്തിരുന്നു. അവരുടെ മുന്നിൽ പല ഓപ്പർച്യൂണിറ്റീസിലുണ്ടായിരുന്ന സമയത്തും അവർക്കിടെ ലൈഫിൽ അവർ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളെപ്പോഴും അവരെ കണക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ നല്ല സമയവും ചീത്ത സമയവും അവരെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഏത് തരത്തിലുള്ള വ്യക്തികളാണെന്ന് ഒരിക്കലും ചിന്തിക്കാതെ, നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു കുറവുകൾ നെഗറ്റീവും പോസിറ്റീവും ഒന്നും വാല്യൂ കൽപ്പിക്കാതെ, അതിനെ ഒന്നും നിങ്ങൾ മാർക്കിടാൻ നിൽക്കാതെ, നിങ്ങൾ ആ വ്യക്തിയോട് എപ്പോഴും സ്നേഹം മാത്രം കണക്റ്റ് ചെയ്ത് സ്നേഹം മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. ഒരു കപ്പ് ഓഫ് ലവിൻ്റെ എനർജി നിങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അത് ഈ പേഴ്സൺ പല രീതിയിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒന്നിലധികം പ്രാവശ്യം നിങ്ങളുടെ റിലേഷനിൽ സ്നേഹവും ബ്രേക്കപ്പും കണക്റ്റഡ് ആയിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇടയ്ക്കൊക്കെ അവർ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും, ഇടയ്ക്ക് പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം അവർക്കിപ്പം മനസ്സിൽ ചിന്തിക്കുമ്പം വലിയൊരു പെയിൻ ഫീലിങ്സ് അവർക്ക് തോന്നുന്നുണ്ട്. അതായത് അവർ ഇത്രയും സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടായ വ്യക്തികളാണെങ്കിലും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർ മാറി നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ അവർ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് അവർക്ക് തോന്നുന്ന ഒരു ഇഷ്ടമെന്ന് പറയുന്നത് എത്ര റിജക്റ്റ് ചെയ്തിട്ടും നിങ്ങൾ ആ ഒരു സ്നേഹത്തിന് ഒരു കുറവും വരുത്താതെ അവരുടെ മുന്നിൽ ആ കപ്പ് ഓഫ് ലവുമായിട്ട് നിന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സ്നേഹം എന്ന് സ്വീകരിച്ചാലും അന്ന് തരാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അത്ര സഹനശക്തിയോടുകൂടി നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു ചെറിയ മഞ്ഞുരുകും പോലെ ഉള്ള ഒരു ചെറിയ ചേഞ്ചിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ കോൺഫിഡൻസും നിങ്ങളോടുള്ള ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, അതുപോലെ മറ്റെല്ലാവർക്കും അട്രാക്റ്റഡ് ആകാൻ തോന്നുന്ന ഒരു ഫിസിക്കൽ ബ്യൂട്ടി എനർജി, ഇതൊക്കെ ഇവർക്കിപ്പോൾ ഒരു അട്രാക്റ്റീവ് ഫീലിങ്സ് ആയിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്, പാസ്റ്റിലേക്ക് തിരിച്ചു വരണം, പാസ്റ്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാലോ, പാസ്റ്റിലെ ചില തെറ്റുകളെ ഒന്ന് ക്ലിയർ ചെയ്താലോ, ഒരു പുതിയ തുടക്കം നടത്തിയാലോ എന്നുള്ള ഒരു ചിന്ത ഇവരിൽ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് നിങ്ങൾക്കും ഇടയിലോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലോ ഒരു ബ്ലാക്ക് മാജിക് ഫീലിങ്സ് നിൽക്കുന്നുണ്ട് കേട്ടോ, ഒരു ബ്ലോക്കേജ്, പക്ഷേ ഒരു ശത്രുവിൻ്റേതായ ഒരു പ്രസൻസിൻ്റെ ഫലമായിട്ട് അവർക്ക് ശത്രുക്കൾ പെട്ടെന്നുള്ളവരാണ്, ഉണ്ടാകുന്നവരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് ഇവരെ പിറകിലേക്ക് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഒരു ബ്ലാക്ക് മാജിക് ഫീലിങ്സ് വന്നിരിക്കുന്നത്. അത് ഇവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് നിൽക്കുന്ന, അതായത് അവരുടെ പ്രൊഫഷനെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയുടെ പ്രസൻസ് ആണ്. പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ആ ഒരു വ്യക്തിയിൽ നിന്നും സ്നേഹത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ബ്ലാക്ക് മാജിക് പ്രസൻസ് ആണ് ഈ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആകുന്നത്. അത് ഇവരുടെ ആ ഒരു അവരുടെ ആ ഒരു ക്യാരക്ടർ, അവരുടെ ആ ഒരു ബ്യൂട്ടി എനർജീനെ എല്ലാം കണക്റ്റ് ചെയ്തു വന്നിരിക്കുന്ന ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണുള്ളത്. അപ്പം നിങ്ങളിലേക്ക് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ഈ പേഴ്സണെ പിറകിലേക്ക് വലിക്കുന്ന, ഈ വ്യക്തിനെ തടയുന്ന ഒരു ചെറിയ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ആ വ്യക്തിയെ നിങ്ങളെ കണക്റ്റ് ചെയ്യാതെ ആ വ്യക്തിയിൽ തന്നെ കണക്റ്റഡ് ആകുന്ന ഒരു ബ്ലാക്ക് മാജിക് പ്രസൻസ് ഉണ്ട് കേട്ടോ.
അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ വളരെ നല്ല രീതിയിൽ പോയിരുന്ന ഒരു സമയം കാണിക്കുന്നുണ്ട്. പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം ഏറ്റവും ടോപ്പ് എനർജിയിൽ സക്സസ്സിലെത്തിയ ഒരു റിലേഷനാണ്. അതായത് ഒരു സിംഗിൾ എനർജിയൊക്കെ ആകുമ്പോൾ ഒരു മാര്യേജിലേക്ക് വരെ വന്ന് നിന്നെന്ന് പറയാൻ സാധിക്കും. അതായത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലും കണക്റ്റഡ് ആയി എന്നുള്ളത് പറയാൻ സാധിക്കും. അതല്ല ഭാര്യ-ഭർതൃ ബന്ധം ഫാമിലി എനർജിയിലാണെങ്കിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് നിങ്ങൾ എത്തി. മറ്റുള്ളവരോ അവരും രക്ഷപ്പെട്ടിനി അവർക്കപ്പുറം മറ്റൊന്നിനി അവർക്കില്ല, അവർ സക്സസ് എന്ന് പറഞ്ഞെടുത്ത് നിന്നുമാണ് തല കുത്തനെ നിങ്ങളുടെ റിലേഷൻ വീണുപോയതായിട്ട് കാണുന്നത്. അതായത് ചുറ്റും നിന്നവർക്ക് അസൂയ ഫീൽ ചെയ്യുന്നിടത്തോളം ഉയരത്തിലേക്ക് എത്തിയിട്ട് അതിനേക്കാൾ ശക്തമായൊരു വീഴ്ച നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ചു കഴിഞ്ഞതായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. ഇമോഷണൽ ഹൈഡ് എനർജി, നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു എന്താ പറയുക, ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റി, ഈഗോ എനർജിയും പ്ലസ് നിങ്ങൾ ആ ഒരു ബന്ധത്തെ മുറുകെ പിടിക്കാൻ, അതായത് ആ ബന്ധത്തിൽ കൂടുതലായിട്ട് ഓവറായിട്ട് നിങ്ങൾ ആ ബന്ധത്തിൽ കണക്റ്റഡ് ആയിരുന്നു. അതായത് ആ ബന്ധത്തിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതും ഈ റിലേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ശക്തമാകുന്ന വീഴ്ചയ്ക്ക് കാരണമായി. ആ വീഴ്ചയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളാണ്. അത് മറ്റുള്ളവർക്കൊരു ഹാപ്പി മൊമെൻറ്റ്സിന് കാരണമായിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. 5 of Wands ആണ് നിങ്ങളുടെ ഒരു വീഴ്ചയോടുകൂടി ഈ റിലേഷനിലേക്ക് ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിലും ആ വ്യക്തിയിലേക്കും തരം തിരിച്ച് രണ്ടുപേരും രണ്ട് സാഹചര്യത്തിലേക്ക് മാറുകയും ആ വ്യക്തിനെ പുഷ് ചെയ്തുകൊണ്ട് നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനും കുറേ ആളുകൾ വന്നു, നിങ്ങളുടെ എനർജിയിലും കുറേ ആളുകൾ വന്നു. ഇതിനകത്ത് ആരും എഫോർട്ട് എടുക്കാനോ പ്രശ്ന പരിഹാരത്തിനോ തയ്യാറാവാതെ കൂടുതൽ പ്രശ്നം വഷളാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാനായിട്ട് പലരുടെയും പ്രസൻസും വാക്കുകളും അതുപോലെ തന്നെ നിങ്ങളുടെ വീഴ്ചയിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച കുറേ വ്യക്തികൾക്കും അതിൻ്റെ ഫലം ലഭിച്ച ഒരു എനർജിയിലാണ് നമുക്ക് ഈ ഒരു റിലേഷൻ്റെ റീഡിങ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി മാറി പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നല്ല പ്രതിജ്ഞാബദ്ധത, ഫോക്കസിങ് എനർജി ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും, നിങ്ങൾക്ക് സമയമുണ്ട്, സാഹചര്യങ്ങളുണ്ട്. കാരണം ആ വ്യക്തി ഇതെല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷനിൽ മുൻ സമയങ്ങളിൽ സംഭവിച്ചത്, എവിടെ നിന്നാണ് മിസ്റ്റേക്ക് വന്നതെന്നൊക്കെ ഉള്ളത് ഈ പേഴ്സണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ കറൻ്റിലി സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഈ ബന്ധത്തിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഈ വ്യക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് നേരെ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും എന്നാൽ അതിനുള്ള ഒരു മാർഗം ഈ വ്യക്തിയുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നില്ല. ഒരു പക്ഷേ ഈഗോയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, സെൽഫിഷ് മെൻറ്റാലിറ്റിയിൽ പോകുന്ന ഒരു പേഴ്സൺ ആണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവുക എന്നത് അസാധ്യമായിട്ട് ഫീൽ ചെയ്യുന്നത്, അതൊരു ബുദ്ധിമുട്ടായിട്ട് അതിനാ വ്യക്തി ആഗ്രഹിക്കുന്നില്ലാത്ത തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ്. അതായത് തോറ്റു കൊടുക്കുക എന്നത് ആ പേഴ്സണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് പറയാൻ കഴിയുന്നത് അവർ വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവരാഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു മാർഗം, ഏതെങ്കിലും ഒരു സാഹചര്യം ഒന്ന് ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പറ്റിയിരുന്നു എങ്കിലെന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സഹായത അവരുടെ ഉള്ളിലുണ്ട്. പുറമേ അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിസ്സഹായത അല്ലെങ്കിൽ ഒരു തോറ്റുപോയി എന്നുള്ളൊരു ഫീലിങ്സ് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ പ്ലാനിങ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ്. അതായത് ഒറ്റയ്ക്കാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരൊറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അവർക്ക് മുന്നിൽ വിശ്വസ്തയോടുകൂടി ചേർന്ന് നിൽക്കാൻ ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഇവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം പറയാൻ സാധിക്കുന്നത് ഇമോഷണലി ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട്. പക്ഷേ
അവരുടെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല കേട്ടോ. വൈകാരികമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരണമെന്നും അതേ സമയം തന്നെ അത് അവർ എന്താ പറയുക, തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നു, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ യുക്തി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോകും. അപ്പം മൈൻഡ് അവരോട് നിങ്ങളിലേക്ക് വരാൻ പറയുമ്പം അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആകുന്നു. അതിനോടൊപ്പം തന്നെ അതിനോട് നോ പറയുന്നു, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ തോറ്റു പോകണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് മനസ്സ് പോകുന്നുണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വലിയും ചിന്തിക്കുന്നുണ്ട്, ഇമോഷണലിയും ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി മാറിയും തിരിഞ്ഞും, എന്നാൽ നിസ്സഹായതയാണ്. ഫ്യൂച്ചർ എന്താണെന്നുള്ള ഒരു ഉറപ്പുമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ അവരുടെ പിന്നാലെ ചെന്നിരുന്ന ഒരു കാലം, ഒരു സമയം, അന്ന് അവരിൽ ഉണ്ടായിരുന്ന ആ ഒരു ഈഗോ, ഇതൊക്കെ അവർ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം അന്ന് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. അന്ന് അവർക്ക് എന്തോ ഒരു വൈകാരികമാകുന്ന ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ള ഒരു ഉറപ്പില്ലായ്മ, ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് നല്ലൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ഈ ഒരു റിലേഷനിൽ. അപ്പോൾ അതെല്ലാമാണ് നിങ്ങൾക്കിടയിൽ പാസ്റ്റിലേക്ക് നോക്കുമ്പോഴും അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോയത്. പക്ഷേ ഇപ്പോൾ അവരത് ആലോചിക്കുമ്പോൾ, അവരതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പം അത് വല്ലാതെ ഒരു നഷ്ടം, ഒരു ഡെത്ത് സംഭവിച്ചു. അതായത് അവരുടെ തന്നെ നോട്ടക്കുറവ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തന്നെ അശ്രദ്ധ കൊണ്ട്, ചിന്തിക്കാത്തതിൻ്റെ ഫലമായിട്ട് എന്തും സംഭവിച്ചിരിക്കുന്നു, ഒരു ഡെത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ഇരയാക്കി. അതായത് നിങ്ങൾ ചൂസ് ചെയ്തു, ഇടയ്ക്ക് വെച്ച് നിങ്ങളെ റിജക്റ്റും ചെയ്തു. പിന്നീട് ഈ ഒരു പേഴ്സൺ ഈ ബന്ധത്തിനകത്ത് നല്ലൊരു തീരുമാനം എടുക്കാൻ തയ്യാറാവാതെ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ കബളിപ്പിച്ചു, കളിയാക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. നിങ്ങൾക്കിടയിൽ ശക്തമായ ഫൈറ്റിങ്ങും മറ്റുള്ളവരെ ആ ഫൈറ്റിങ്ങിലേക്ക് ഇൻവോൾവ് ആക്കുകയും ചെയ്തു. കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഈഗോ വരുന്നു, പ്ലസ് അവർക്ക് വൈകാരികമായിട്ടുള്ള അഡിക്ഷനും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി അവർക്കുണ്ട്. അവർ മനസ്സ് വെച്ചാൽ ഈ ബന്ധത്തിനകത്തൊരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി, ഒരു കോള് മെസ്സേജൊന്നും നിങ്ങളിലേക്ക് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. അതൊരു ആത്മാഭിമാനക്കുറവായിട്ട് അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം അവരുടെ ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയാണ്. അവർ പറയുന്നിടത്ത് മറ്റു സിറ്റുവേഷൻസുകൾ വന്ന് നിൽക്കണം, അവരുടെ മുന്നിൽ മറ്റെല്ലാവരും തോറ്റു നിൽക്കുക, അവർക്കൊരിടത്ത് താന്നു കൊടുക്കുക, മുട്ടുമടക്കുക എന്നതിനോടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ ഒരു റിലേഷനിലൊരു ഇത്രയും ഒരു സെപ്പറേഷൻ ആണെങ്കിലും വൈകാരികമായ പ്രശ്നങ്ങളാണെങ്കിലും നേരിടേണ്ടി വരുന്നത്. 7 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്. മനസ്സിനകത്ത് നിരാശ, ദുഃഖം, നഷ്ടബോധം, കുറ്റബോധം ഒക്കെ അവരിലുണ്ട്. വളരെ ശക്തമായിട്ട് എല്ലാ എനർജിയും കണക്ട് ചെയ്ത് നിൽപ്പുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് എല്ലാം മാറിത്തിരിഞ്ഞു വരും. ഒരുപാട് നാളില്ലാണ്ട് തന്നെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് വരും, പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും, ഒരു പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നൊക്കെയുള്ളൊരു ചിന്ത അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. പിന്നെ ഈ ഒരു പേഴ്സണിൻ്റെ പേഴ്സണാലിറ്റിയിലേക്ക് നോക്കുമ്പം അഡിക്ഷൻ ഫീലിങ്സ് ഉള്ള വ്യക്തിയായിരുന്നു. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും ഇവർ അഡിക്റ്റഡ് ആണ്. ഒരുപക്ഷെ ലഹരി ഉപയോഗിക്കുന്നവരാവാം, മറ്റു ഭൗതിക സുഖങ്ങളിലേക്ക് ആഗ്രഹം ചെലുത്തുന്നവരാവാം. അപ്പം നമ്മളുടെ സിറ്റുവേഷൻസിനേക്കാൾ കൂടുതൽ ആഗ്രഹങ്ങളും കൂടുതൽ സുഖ സൗകര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതൊക്കെ ബന്ധങ്ങളിൽ വിള്ളൽ വരാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ അതെല്ലാം അവരിൽ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു. കൂടെ ഉള്ളവരെ വാല്യൂ കൽപ്പിക്കാതെ അവരുടേതാകുന്ന കുറേ കാര്യങ്ങളിലേക്ക് അവർ കൂടുതൽ കണക്റ്റഡ് ആവുക തന്നെ ചെയ്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പം അവരാ ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ട് നിൽക്കുമ്പം അവരെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഹാപ്പി ഫാമിലിയുടെ വാല്യൂ, നല്ലൊരു കുടുംബം, നല്ലൊരു പാർട്ട്ണർ, ഒരു വ്യക്തിയുടെ പ്രസൻസ്, ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസിൻ്റെ ആഴം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നവരിപ്പം കറൻറ്റ്ലി മനസ്സിലാക്കുന്നുണ്ട്. അതവരെ ശക്തമാകുന്ന ഹാർട്ട് ബ്രോക്കണിലേക്കും കുറ്റബോധത്തിലേക്കും ചെയ്തുപോയ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചിന്തിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്കും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ശരിക്കും അവരൊരു സ്പിരിച്വൽ വേയിലാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അവരിപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത്
അവരുടെ മനസ്സ് തന്നെ അവർക്ക് ശക്തമാവുന്ന ഒരു അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും ഇതിനകത്ത് അവരൊരു ഹാപ്പി എനർജിയിലേക്ക് മാറുകയാണെങ്കിൽ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്നും കർമ്മയിൽ നിന്നും നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കർമ്മഫലമായിട്ട് നേരിടേണ്ടി വരും. അപ്പം ഈ കർമ്മയിൽ നിന്നും അതുപോലെ തന്നെ ഹാപ്പി ഫാമിലി ഈ സിറ്റുവേഷൻസിൽ നിന്ന് ഈ ഒരു റിഗ്രറ്റ് എനർജിയിൽ നിന്നുമൊക്കെ അവർ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, അതായത് ഇമോഷണലി അവർ ഈ ഒരു പെയിനും വെല്ലുവിളിയും അതുപോലെ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ എനർജിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ച് അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി അവരൊരു സെൽഫ് ലവിലേക്ക് മാറി അവരൊരു കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുമ്പം അവരുടെ കർമ്മ ഹീലിംഗ് ആവും. അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില കർമ്മ ഹീലിങ്ങിലേക്ക് വരും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, എവിടെ നിന്നാണ് നെഗറ്റീവ് പ്രസൻസ് ഒക്കെ വന്നത്, ഈ റിലേഷനിൽ അവരൊരു പ്രാധാന്യം നൽകാതിരുന്നുവെങ്കിൽ, ഈ ബന്ധത്തിനൊരു വാല്യൂ അവർ കൽപ്പിക്കാതിരുന്നു, ഈ ബന്ധം അവർക്ക് ഒരു നേരം പോക്ക് പോലെയോ അതല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആകുന്ന എനർജി പോലെയോ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ പോലെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആവുന്നതോ ഫിസിക്കലാവുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കണക്ട് ചെയ്തോ ആണ് അവർ ആദ്യം പാസ്റ്റിൽ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടെ നിന്നും ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഹെൽത്തി സിറ്റുവേഷൻസിലേക്ക് ഈ റിലേഷൻ ചേഞ്ച് ആവുക തന്നെ ചെയ്യുമെന്നാണ് കാണുന്നത്. കാരണം ഈ റിലേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്. മുൻകാലങ്ങളിലെയോ മുൻ ജന്മങ്ങളിലെയോ ഒരു എനർജിയെ കണക്ട് ചെയ്യുന്ന വ്യക്തിബന്ധങ്ങൾ തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ളത്. അപ്പോൾ അതിൻ്റേതായ ചില പരീക്ഷണങ്ങളും പ്രോബ്ലംസുകളും എല്ലാം ഈ റിലേഷനിൽ 100% നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് ഫെയറോഫിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഈ റിലേഷനിലുണ്ട്. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുള്ള ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഒരു ഹാപ്പി ഫാമിലി പൂർണ്ണതയോടുകൂടി, അതായത് സമ്പൽ സമൃദ്ധിയോടുകൂടിയ ഒരു ഹാപ്പി ഫാമിലി എനർജി, അല്ലെങ്കിൽ സന്തോഷകരമാകുന്ന സമ്പൽ സമൃദ്ധിയോടുകൂടിയ ഒരു കൂടിച്ചേരലിൻ്റെ പ്രസൻസ് ഈ ഒരു റിലേഷനിലുണ്ട്. അവരുടെ ഒരു കോളോ മെസ്സേജോ നമ്മളിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് 100% നമുക്കിവിടെ എസ് എന്നുള്ള എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നും ഈ പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോഴതിനുള്ള ഒരു സമയം തന്നെയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. ഈ ഒരു റിലേഷനിൽ അത് നിങ്ങളിലേക്ക് 100% വന്നു ചേരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങൾ പോസിറ്റീവായിട്ട് വയ്ക്കുക, വിശ്വസിക്കുക. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിരിക്കും.